നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ എടത്തിരുത്തി ലിങ്ക് സെന്റർ ഓണാഘോഷം നടത്തി. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് തിരുവാതിരകളി, നാടൻ പാട്ടുകൾ, ഓണപ്പാട്ടുകൾ, ലളിതഗാനങ്ങൾ, സിനിമാറ്റിക് ഡാൻസ് എന്നിവ അരങ്ങേറി. കലാപരിപാടിക്ക് സെന്റർ ഭാരവാഹിയും പ്രശസ്ത കലാകാരനുമായ സതീഷ് കുമാർ വിശാഖപട്ടണം നേതൃത്വം നൽകി. കലാപരിപാടിയിൽ പങ്കെടുത്തവർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, മുഖ്യാതിഥിയായ മോഹൻ പൈനാട് എന്നിവർ ചേർന്ന് സമ്മാനങ്ങളും മെമന്റോയും വിതരണം ചെയ്തു. 500ഓളം പേർ പങ്കെടുത്ത ഓണസദ്യയിൽ ആൽഫ തറവാട്ടിലെയും ആൽഫ സെന്ററുകളിലെ പ്രതിനിധികളും സ്റ്റാഫും നാട്ടുകാരും സന്നിഹിതരായിരുന്നു. പ്രസിഡന്റ് പ്രതാപൻ മേനോത്ത് സ്വാഗതം പറഞ്ഞു. ആൽഫ ചാവക്കാട് ലിങ്ക് സെന്റർ 3ാമത്തെ ഹോം കെയർ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതിന്റെ പ്രവർത്തനോദ്ഘാടനവും ഓണാഘോഷവും സെപ്റ്റംബർ 1 തിങ്കളാഴ്ച രാവിലെ 9:30 നടത്തും. പ്രസിഡന്റ് NK ബഷീറിന്റെ അധ്യക്ഷതയിൽ 3ാമത്തെ ഹോം കെയർ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ഗുരുവായൂർ MLA NK അക്ബറും പുതിയ കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലിയും നിർവഹിക്കും. തുടർന്ന് ഓണസദ്യയും സംഗീത വിരുന്നും ഉണ്ടായിരിക്കും. സെപ്റ്റംബർ 5 തിരുവോണ ദിനത്തിൽ നടത്തുന്ന പായസമേളയിൽ 1000 ലിറ്റർ പായസം വിൽക്കുവാനും കമ്മിറ്റി തീരുമാനിച്ചു. ആൽഫ മൂവാറ്റുപുഴ സെന്ററിന് റോട്ടറി ക്ലബ് മൂവാറ്റുപുഴ രോഗികൾക്ക് ആവശ്യമായ മരുന്നുകൾ സൗജന്യമായി നൽകി. ചടങ്ങിൽ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ കൊച്ചുറാണി, സെക്രട്ടറി ജയൻ ജേക്കബ് മാത്യു എന്നിവരിൽ നിന്നും സെന്റർ പ്രസിഡന്റ് അഷ്റഫ് മാണിക്യം, സെക്രട്ടറി വിൽസൺ കുരിശിങ്കൽ എന്നിവർ ചേർന്ന് മരുന്നുകൾ ഏറ്റുവാങ്ങി. കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ എൽദോസ് കെ തങ്കച്ചൻ, ഫിസിയോതെറാപ്പിസ്റ്റ് ആഫിസ വി ബഷീർ, സൈക്കോളജിസ്റ്റ് ബിബിന എൽദോസ്, നഴ്സുമാരായ സിനി, ആശ എന്നിവർ പങ്കെടുത്തു. ആൽഫ ഇരിങ്ങാലക്കുട സെന്ററിൽ ഓണത്തിനോടനുബന്ധിച്ച് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന 100ഓളം രോഗികളുടെ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം നടത്തി. പ്രസിഡന്റ് VJ തോംസൺ, സെക്രട്ടറി എൽസമ്മ ജോൺസൺ, ട്രഷറർ പ്രമീള അശോകൻ, മറ്റു ഭാരവാഹികൾ, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.